നമസ്കാരം. ഡേ ടു ഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലെഫ്റ്റ് ഓവർ ഫാബ്രിക് ഉപയോഗിച്ച് ഒരു മാസ്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്ക്കാമെന്നാണ് പറയാൻ പോകുന്നത്. ഇതിനായി നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള ഒരു കോട്ടൺ തുണി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നൈറ്റി വെട്ടിയതിൻ്റെ ബാക്കി തുണിയാണ്. കോട്ടൺ തുണിയാണ്, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ 2 ലെയറുള്ള മാസ്കാണ് നമ്മളിത് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം അതിൻ്റെ അധികമുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് നമ്മൾ കുറച്ച് തുണി എടുക്കുക. ഇതിപ്പോൾ 2ആയിട്ട് മടക്കാവുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് വരും. അതിൻ്റെ നേരെ വെച്ചിട്ട് 4 സൈഡും 8 ഇഞ്ച് വീതം വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. 4 വശവും 8 ഇഞ്ച് വരുന്ന രീതിയിൽ 2 ലെയർ കട്ട് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ മടക്കി ഇട്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു സൈഡ് 16 ഇഞ്ചും ഒരു സൈഡ് 2 സൈഡ് 16 ഇഞ്ചും 2 സൈഡ് 8 ഇഞ്ചും വരും. അത് മടക്കി കഴിയുമ്പോൾ 4 സൈഡും 8 ഇഞ്ചായിട്ട് കിട്ടും. നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഈ തുണി കിട്ടുന്നതായിരിക്കും. ഇതിനോട് കൂടെ തന്നെ ഒരു ഇഞ്ചോളം വീതിയുള്ള ഒരു തുണി നീളത്തിലൂടെ വെട്ടിയെടുക്കുക. നമുക്കതിൻ്റെ ഈ പിറകിലേക്ക് കെട്ടാനുള്ള ആ ഭാഗം തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഞാൻ 7 ഇഞ്ച് വീതിയുള്ള വളരെ വീതി കുറഞ്ഞ 7 ഇഞ്ച് നീളമുള്ള വളരെ വീതി കുറഞ്ഞ ഇലാസ്റ്റിക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ ചെവിയിൽ വെച്ച് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എത്രത്തോളം വേണം എന്നുള്ളത്. ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും. പിന്നെ ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വലിച്ചിടാൻ പറ്റുന്നതേ ഉള്ളൂ. അതനുസരിച്ച് ഇലാസ്റ്റിക് നീളം കണക്കാക്കുക. മടങ്ങിയിരിക്കുന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗം തിരിച്ചിട്ട് തയ്ച്ചതിന് ശേഷം നല്ല വശത്തിലേക്ക് മറിച്ചിടുക. ഇപ്പോൾ 2 സൈഡും കവറായിട്ടുണ്ട്. ഒരു മടങ്ങിയ സൈഡും ഇപ്പോൾ നമ്മളൊരു തയ്ച്ച സൈഡും, പിന്നീടുള്ള ഓപ്പോസിറ്റ് സൈഡുകൾ രണ്ടും ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വൃത്തിക്ക് വേണ്ടിയിട്ട് ഒരു വട്ടവും കൂടെ അവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ തയ്ച്ചിട്ടില്ലാത്ത ഭാഗം വെച്ചിട്ട് നമ്മളൊരു 3 ഞൊറിവ് എടുത്തു കൊടുക്കും മാസ്കിന്. 3 എണ്ണമാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ മുഖത്തേക്ക് വെക്കുമ്പോൾ അത് വിരിഞ്ഞ് വന്നിട്ട് മുഖം മുഴുവനായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഞൊറിവ് എടുത്തു കൊടുക്കുന്നത്. ഞാൻ വിരിഞ്ഞ് വന്നിട്ട് മുഖം മുഴുവനായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഞൊറിവ് എടുത്തു കൊടുക്കുന്നത്. ഞാനത് പിന്നുപയോഗിച്ച് ചേർത്ത് വെച്ചിട്ട് തയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചേർത്ത് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നേരത്തെ വെട്ടി വെച്ചിരുന്ന 1 ഇഞ്ച് വീതിയുള്ള ആ വള്ളി അതിലേക്ക് തച്ച് പിടിപ്പിക്കുകയാണ്. മാസ്കിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ആദ്യമേ തയ്ക്കുന്നു, എന്നിട്ട് അത് ഫ്രണ്ടിലേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പൈപ്പിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു രീതിയിൽ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇലാസ്റ്റിക് കൂടി ചേർത്ത് വെച്ച് നമ്മൾ അടിക്കും. ഇങ്ങനെ ഇതിപ്പോൾ ഈ ഇലാസ്റ്റിക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇലാസ്റ്റിക് വേറെ, തുണി വേറെ കളറിൽ ഉണ്ടാവും. അപ്പോൾ രണ്ടും ഒരേപോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്താൽ മതി. അതായത് ഇതിനകത്തേക്ക് ഈ ബാക്കിയുള്ള നീളത്തിൽ കിടക്കുന്ന തുണിയുടെ അകത്തേക്ക് ഇലാസ്റ്റിക് കടത്തി വിട്ട് അപ്പോൾ അത് ചേർത്ത് തച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് പുറത്ത് കാണില്ല. ഈ തുണി തന്നെ, അതായത് മാസ്കിൻ്റെ അതേ കളറിലെ തുണി തന്നെ ആയിരിക്കും നമ്മുടെ ചെവിയുടെ ഭാഗത്തേക്ക് കവർ ചെയ്യുന്നത്. മടക്കിയടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പൈപ്പിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു രീതിയിൽ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇലാസ്റ്റിക് കൂടി ചേർത്ത് വെച്ച് നമ്മൾ അടിക്കും. ഇങ്ങനെ ഇതിപ്പോൾ ഈ ഇലാസ്റ്റിക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇലാസ്റ്റിക് വേറെ, തുണി വേറെ കളറിൽ ഉണ്ടാവും. അപ്പോൾ രണ്ടും ഒരേപോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ
നമ്മളിങ്ങനെ ചെയ്താൽ മതി. അതായത് ഇതിനകത്തേക്ക് ഈ ബാക്കിയുള്ള നീളത്തിൽ കിടക്കുന്ന തുണിയുടെ അകത്തേക്ക് എലാസ്റ്റിക് കടത്തി വിട്ട് അപ്പോൾ അത് ചേർത്ത് തച്ച് കഴിയുമ്പോൾ നമ്മുടെ എലാസ്റ്റിക് പുറത്ത് കാണില്ല. ഈ തുണി തന്നെ അതായത് മാസ്കിൻ്റെ അതേ കളറിലെ തുണി തന്നെ ആയിരിക്കും നമ്മുടെ ചെവിയുടെ ഭാഗത്തേക്ക് കവർ ചെയ്യുന്നത്. തയ്ച്ച അറ്റത്തിൻ്റെ അകത്തോട്ട് കയറ്റി എലാസ്റ്റിക് വെച്ചിട്ട് ആണ് നമ്മൾ തയ്ക്കുന്നത്. നമ്മൾ നീട്ടിയിട്ടേക്കുന്ന വള്ളിയുടെ രണ്ടറ്റവും കൂടി ചേർത്തടിക്കണം. അപ്പോൾ അതൊരു റൗണ്ട് പോലെ ആവും, അത് കണക്റ്റഡ് ആവും തമ്മിൽ. ഇനി അതിനുള്ളിലേക്ക് നമ്മുടെ എലാസ്റ്റിക് പിടിച്ച് വലിച്ച് വെച്ച് പതുക്കെ തയ്ക്കണം. അതിനകത്തേക്ക് നമ്മൾ നീളത്തിൽ ചെയ്ത ആ തുണിയുടെ അകത്തേക്ക് എലാസ്റ്റിക് കയറ്റി അതിൻ്റെ അരികടിച്ചു കൊടുക്കണം. എലാസ്റ്റിക്കിനേക്കാളും നീളത്തിലായിരിക്കണം ഈ വള്ളി വരാനുള്ളത്. കാരണം എലാസ്റ്റിക് ചുരുങ്ങുമ്പോൾ അതിനനുസരിച്ച് എലാസ്റ്റിക് വലിയുമ്പോൾ അതനുസരിച്ച് വലിഞ്ഞ് വരാനുള്ള സ്പേസ് ആ വള്ളിയിലുണ്ടായിരിക്കണം. അപ്പോൾ വള്ളി കുറച്ച് എലാസ്റ്റിക്കിനേക്കാൾ അധികം നീളത്തിൽ തന്നെ ഇടണം. അതിപ്പോൾ എത്ര നീളം, ഒരുപാട് നീളം വേണമെന്നില്ല, നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ച് കുറച്ച് നീളത്തിലിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. തുണിയുടെ അകത്തേക്ക് എലാസ്റ്റിക് കയറ്റി അതിൻ്റെ അരികടിച്ചു കൊടുക്കണം. എലാസ്റ്റിക്കിനേക്കാളും നീളത്തിലായിരിക്കണം ഈ വള്ളി വരാനുള്ളത്. കാരണം എലാസ്റ്റിക് ചുരുങ്ങുമ്പോൾ അതിനനുസരിച്ച് എലാസ്റ്റിക് വലിയുമ്പോൾ അതനുസരിച്ച് വലിഞ്ഞ് വരാനുള്ള സ്പേസ് ആ വള്ളിയിലുണ്ടായിരിക്കണം. അപ്പോൾ വള്ളി കുറച്ച് എലാസ്റ്റിക്കിനേക്കാൾ അധികം നീളത്തിൽ തന്നെ ഇടണം. അതിപ്പോൾ എത്ര നീളം, ഒരുപാട് നീളം വേണമെന്നില്ല, നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ച് കുറച്ച് നീളത്തിലിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാണുന്നല്ലോ, 2 സൈഡിലും ആയിട്ടുണ്ട്, നന്നായിട്ട് വലിഞ്ഞ് വരുന്നുണ്ട്. മാസ്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മാസ്കിൻ്റെ എലാസ്റ്റിക്കായിട്ട് കാണില്ല. ഇങ്ങനെയാണ് ചെവിയിലേക്ക് അത് എടുത്തിടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.